നിമിഷം പോയോ വണ്ടി പോയോ? ബിന്ന് വെക്കണ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ ബിന്ന് വെക്കാൻ ലേറ്റ് ആയി പോയി. അതെ അല്ലേ, അത് മതി. 6 എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ നാട്ടില് കറണ്ട് പോണോലെയാണ് കേട്ടോ. ബിന്ന് എടുത്തിട്ടില്ല, അപ്പുറത്തെ ആളുടെ എടുത്തിട്ടില്ലെങ്കിൽ നമുക്കും കുഴപ്പമില്ല. നമ്മുടെ എല്ലാം നിറഞ്ഞിരിക്കുമല്ലോ. പക്ഷേ ഇതുണ്ടോ പച്ചയൊക്കെ ഫുള്ളാണ്. കഴിഞ്ഞ ദിവസം പുല്ലൊക്കെ ചെത്തിയായിരുന്നു. അതുപോലെ അതെ ചുവന്ന ബിന്ന് അവിടെ ഇരിക്കുന്നു. ഇനി ഉണ്ടെന്ന് തോന്നല്ലോ. അതല്ല, മഞ്ഞ ബിന്നും കൂടെ വെക്കണമെന്ന്. അതും കൂടെ വെക്കണം. ലെറ്റർ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ലെറ്ററൊന്നുമില്ല. അപ്പുറത്തെ ആളുടെ വണ്ടി ഇട്ടേക്കണം കഴിഞ്ഞ ദിവസം. 1, 2, 3 അതിൽ പിന്നെ അമക്കം വണ്ടികളല്ലേ. നമ്മുടെ ഇവിടെ മാത്രം ഒരു കുഞ്ഞു വണ്ടി പുറത്ത് കിടപ്പുണ്ട്. നമ്മുടെ വലിയവനകത്ത് കിടക്കുക. നിമിഷം നമ്മുടെ ഡോറ് കണ്ടോ നീയാ? നിമിഷം കണ്ടില്ലാടോ. ഇന്നലെ അവള് ഊട്ടിക്ക് പോയ സമയത്തിന് നമ്മൾ പുതിയ ഡോറ് വെച്ചു കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ പുതിയ ഡോറാണ്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി 1-2 കോട്ടിങ് കൂടെ ഉണ്ട് കേട്ടോ. 2 കോട്ടിങ് കൂടെ ഉണ്ട് ഇനി ഡോറിന്. പുതിയ പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചു. അതുപോലെ നമ്മുടെ പഴയ ഡോറ് നമ്മൾ മാറ്റിയല്ലേ നിമിഷം? പഴയ ഡോറ് നമ്മൾ മാറ്റാൻ തീരുമാനിച്ചു കേട്ടോ. പുതിയ ഡോറ് വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറയണം കേട്ടോ. ഞങ്ങളുടെ പുതിയ ഡോറാണ്. ഫിനിഷ് ആയിട്ടില്ല. ഫിനിഷ് ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി ഒരു കോട്ടും കൂടെ ഉണ്ട്. നിമിഷം മഞ്ഞയും കൂടെ കൊണ്ട് വെക്കാൻ പോകണം കേട്ടോ. ഈ കാണുന്ന ഓരോ ബില്ലിനും ഓരോ കളറുണ്ട് കേട്ടോ. ഈ ചുമപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ വേസ്റ്റ്, എല്ലാ വേസ്റ്റും ഇടാം നിമിഷ അല്ലേ. പച്ച എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം. അതുപോലെ ഈ മഞ്ഞ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് അല്ല, റീസൈക്കിൾ ചെയ്യാനുള്ള സാധനം. നിമിഷമൊക്കെ കട്ടിലിൽ നിന്ന് എണീറ്റ് ഓടി വരികയാണെന്ന് കേട്ടോ. ബില്ല് വെച്ചിട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിമിഷം അധികം ഫേസ് കാണിക്കാതെ ഓടിക്കൊണ്ടിരിക്കാന്ന് തോന്നുന്നു. ഡിഷ് വാഷറിൽ നിന്നും പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ കേട്ടോ. ഇറക്കൂട്ടാ ഹലോ, എന്നെ കഴിക്കുന്നതെന്ന് പറഞ്ഞേ. ചോക്ലേറ്റ് കഴിക്കണം. വേറെ കഴിക്കുന്ന സാധനം കാണിച്ചിട്ടുണ്ടോ? അതെ, ഇതാണ്. ഇവിടെ ഈസ്റ്റർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓസ്ട്രേലിയയിൽ അല്ലെ എവിടെ ഈസ്റ്റർ ആവേണ്ട കാര്യമില്ല. ഒരു ജനുവരി തൊട്ട് ഈ സാധനം കാണും കേട്ടോ. ഇതിന് പറയുന്നത് എന്താണ്? ഇതിന് എന്നാണ് പറയുന്നത് നിമിഷ? ഇതിന് ഈസ്റ്റർ ബണ്ണെന്ന് കണ്ടാ പറയുന്നത് എനിക്ക് തോന്നുന്നു അല്ലേ. ഈസ്റ്റർ ബണ്ണെന്നാ പറയുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇതുകൊണ്ട് രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ടോ മീറ? സ്കൂൾ ബസ്സാണ് കേട്ടോ രാവിലെ. ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ അവർ പ്രൈവറ്റാണോ അല്ല ഗവൺമെൻറ് ബസ്സുകളൊക്കെ അവർ രാവിലെ സ്കൂൾ ബസ്സായിട്ട് കൺവേർട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് അത് പിള്ളേരെ വിളിക്കാൻ വേണ്ടി മാത്രം സ്കൂൾ ടൈമിൽ. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ അത് സാധാരണ പോലെ ഓടുവേ. മിറയ്ക്ക് ഇന്ന് സ്കൂളുണ്ടോ? ഇല്ല, ഇന്ന് ഫ്രൈഡേ. അതുകൊണ്ട് കൊച്ചിന് സ്കൂളില്ല കേട്ടോ അല്ലേ. ഫ്രൈഡേ പോകണ്ട, മൺഡേ പോയാൽ മതി അല്ലേ. വേണ്ടേ? ആണോ? ഇങ്ങനെ പിണങ്ങണോ നോക്കിക്കോട്ടോ. ഇത് കഴിച്ച് എന്നിട്ട് നമുക്ക് പുറത്ത് പോകണം. ഇന്ന് ജിമ്മിൽ പോകണം. അവള് തന്നെ താഴെ ഇടും, ഞാൻ തന്നെ എടുത്തു കൊടുക്കണം. കുടി. ഇതൊക്കെ മിറയുടെ ഒരു നമ്പർ അല്ലേ മിറ? നമ്മൾ എവിടെയാ പോകുന്നത് മിറ പറഞ്ഞേ? ജിമ്മ്. ഞങ്ങള് കഴിഞ്ഞ ദിവസം ജിമ്മിൽ ജോയിൻ ചെയ്തു കേട്ടോ. ഞാനും നിമിഷം. ഞങ്ങളല്ല, ഇച്ചാൻ ഓൾറെഡി പോകുന്നുണ്ട്. നിമിഷനെ ജോയിൻ ചെയ്യിപ്പിച്ചു. ഇച്ചാൻ എന്നെ എന്താ പറയാ അതിന്റെ നല്ല വശങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ ഈ വഴി കേട്ട് ആ വഴി കളയുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഓർത്തു ജിമ്മിൽ ചേർന്നേക്കാന്ന് ഓർത്തല്ലേ. ജനുവരി കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞാലും നിമിഷ ജിമ്മിൽ കയറി കേട്ടോ. മിറക്കൂട്ടിനെ ഇവിടെ തന്നെ നിർത്തിട്ട് പോകാൻ പറ്റാത്തോണ്ട് മിറേനെ കൂടെ പോകുന്നത് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ശരിയാ, പറഞ്ഞ പോലെ വാലന്റൈൻസ് ഡേ ആണ് കേട്ടോ നാളെ. ഞങ്ങൾ ഇതുവരെ സത്യം പറഞ്ഞ ഒന്നും മേടിച്ചിട്ടില്ല. എന്നെ നിമിഷം നമുക്ക് ഇന്ന് എന്തായാലും മേടിച്ചാലോ? നമുക്ക് നോക്കാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ ജിം സെഷൻ കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാല്ലേ. ഇച്ചാല് നാളെ ഓഫാണ്, എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇന്ന് സെലിബ്രേറ്റ് ചെയ്തേക്കാം. അയ്യോ എന്നാ കാറ്റാലോ നിമിഷം. ഭയങ്കര കാറ്റാട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ പറിക്കാം, പച്ചക്കറികളെല്ലാം പറിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചൂട് കുറഞ്ഞു കേട്ടോ. അവിടെ പൊടിക്കാറ്റ് കണ്ടോ നിങ്ങൾ? അവിടെ പണിയുന്നോണ്ട് അവിടുന്ന് പൊടി അടിക്കുന്നുണ്ടോ. അതുപോലെ നമുക്ക് കുറച്ച് മുളക് ഉണ്ടായിട്ട് കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ 1, 2 കേട്ടോ. ഞങ്ങൾക്ക് ഇപ്രാവശ്യം മുളക് അധികം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതൊക്കെ പറിച്ചാലോ വെച്ചാൽ അതാ നല്ല വലുതാവോ? അത്ര ബജ്ജിമുളകല്ലേ അതെന്നാ പറയാ? ഇത് കണ്ടോ കുടമുളക്. ഇത് കുറച്ചുകൂടി ഇത് നല്ല മുളകും തക്കാളിയും ഒന്നും ഇപ്രാവശ്യം അധികം ആയിട്ടില്ല കേട്ടോ. നമ്മുടെ പച്ച കളർ പയറാണ് കേട്ടോ ഇത്. അയച്ചിട്ടില്ല. പച്ചയല്ലേ? ഇത് പച്ചയാ. മറ്റത് ബ്ലാക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നമുക്ക് കുറച്ച് വെണ്ടക്കറി കേട്ടോ. പയർ കണ്ടോ നിങ്ങള്? പയർ ഇഷ്ടം പോലെ. വള്ളിപ്പയർ. ഇതിനല്ലേ വള്ളിപ്പയർ എന്നല്ലേ പറയുന്നത്? ഇത് വള്ളിപ്പയറാ, പക്ഷെ ബ്ലാക്ക് കളറാണ്. സ്നേക്ക് ബീൻസ് ആണ് ശരിക്കും.
രാവിലത്തെ പിടിച്ചോണേ. ഇത് തന്നെ വിത്തിന് നിർത്തിയേക്കുന്നതാണോ? അത് വിത്തി നിർത്തിയേക്കണം. കുറച്ച് ദിവസമായി പച്ചക്കറി. ഞങ്ങൾ 2-3 ദിവസം മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടി, ഓർക്കുന്നില്ലേ ചേ? നമ്മള് വെണ്ടയ്ക്കയും പയറും എല്ലാം. പയർ അപ്പൊ ഇത്രയും ഇല്ലായിരുന്നു കേട്ടോ, അന്ന് ഒരു 3-4 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പച്ചടി വെക്കാൻ വേണ്ടി വെണ്ടയ്ക്ക കൊണ്ടല്ലേ. വിചാരം ഭയങ്കര ഇഷ്ടാട്ടോ പച്ചടി. ഈ മണ്ണിന്റെ കളറായോണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പാടാട്ടോ. കറുത്തിരിക്കുന്നുണ്ടല്ലേ, നല്ല ടേസ്റ്റ്. നല്ല പയറ്, നല്ല പയറ്. തോരൻ വെക്കാൻ എന്നെ അടിപൊളിയാന്ന് അറിയാം. ഇതെന്നെ മീര? ബേബി. ഇത് നമ്മുടെ ക്യുക്കുംബർ ആണ് കേട്ടോ. വെള്ളരിക്കല്ലേ? അതെ, നമ്മുടെ വെള്ളരിക്ക ഇഷ്ടം പോലെ നമുക്ക് കിട്ടി. അതുപോലെ ഇത് പറിച്ചോണ്ടിരിക്കുകയാണ്, കത്തിരിക്ക കേട്ടോ. എഗ് പ്ലാന്റ്, കക്കിരിക്ക അഥവാ എഗ് പ്ലാന്റ്. പക്ഷേ ഈ എഗ് പ്ലാന്റ്, അതാണ് എഗ് പ്ലാന്റ് ഭയങ്കര വലുപ്പമാണ്. നമ്മുടെ എഗ് പ്ലാന്റ് ബ്രിഞ്ചളും എഗ് പ്ലാന്റും കൂടെ ചേർന്നിട്ടാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തന്നെ അറിയാം, എല്ലാം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുമല്ലേ. അപ്പൊ ശ്വാസം മുട്ടിയിട്ട് അത് അത്രയും അല്ലെ, അത്രയും വലിപ്പം വരാത്തേന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ കത്തിരിക്ക ഉണ്ടോ? ഇതിന്റെ അടി കണ്ടോ? ദൂരം കത്തിരിക്ക നോക്കി. പച്ച കളറാണ്, മാറിയിട്ടില്ല. അത് പറയും. ഇത് കണ്ടോ എന്തോരാന്നേക്ക്. ഇതെനിക്ക് തോന്നുന്നത് ബ്രിഞ്ചാളാട്ടോ വിഷ. ഇത് പറിക്കാൻ നിനക്ക് ഈ കളറാ. ഇത് എഗ് പ്ലാന്റ് അല്ല, ബ്രിഞ്ചാളാ. ഈ കളറിൽ പറിക്കാവോ? പറിച്ചോ. അതെ, ബ്രിഞ്ചാളാ. അല്ലാതെ വേറൊരു ക്യുക്കുംബർ കിടക്കുന്നുണ്ട്. ഇതിന് 2 ദിവസം കൂടെ കഴിയണം പറിക്കാൻ കേട്ടോ, അല്ലേ? ഇപ്പൊ പറിക്കാറായിട്ടില്ല. മീരാണെങ്കിൽ മീറേനേക്കാളും വലിയ കുക്കുംബറും കൊണ്ട് നടക്കുക. നിന്റെ എത്ര നീളം ഉണ്ടല്ലോ അടി മീര. ആണോ? ബേബിയെ താഴെ ഇടരുത് കേട്ടോ. ഇഷ്ടംപോലെ കത്തിരിക്ക കിട്ടി കേട്ടോ. കൊറേ പറിച്ചു. ഇവിടെ ഓഫീസിൽ അല്ല, ജോലി സ്ഥലത്ത് ആരെങ്കിലും കൊണ്ട് കൊടുക്കാല്ലേ? എന്റെ ഫ്രണ്ട്സിനോട് കൊടുക്കാന്ന് വിചാരിച്ചു. ഇഷ്ടംപോലെ ഇനി അല്ലാതെ ഇഷ്ടംപോലെ പറിക്കാനുണ്ട് കേട്ടോ. അപ്പുറത്ത് വെണ്ട കിടപ്പുണ്ടോ? 2-3 പറിക്കാൻ. അന്ന് അതുകൂടെ പറിച്ച് നമുക്ക് കയറാടി അല്ലേ? അങ്ങനെ ഒരു കൊട്ട പച്ചക്കറിയുമായി നിമിഷം വന്നിട്ടുണ്ട്. ജിമ്മി പോവാതെ തന്നെ വേർത്തല്ലേ സാധനങ്ങളൊക്കെ പറിച്ച്. അധികം വെയിലില്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഒരു കുഞ്ഞിക്ക ഉണ്ടായിരുന്നല്ലോ, അവളെ അവിടെ പോയി. ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് എന്തേ? വീട്ടിനകത്ത് കയറാം. എന്നാ പിടിച്ചോ മൈ ബേബി. എടി മിറയിൽ എക്സസ് കൊണ്ട് പോകണമെന്ന് പറഞ്ഞ അലമ്പ. എടി ഇവിടം വരെ ഉള്ള മോളെ, നമ്മൾ അതുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ചെറിയ നമ്മളിവിടെ ഡബ്ബ വരെ പോകുന്നുള്ളൂ കേട്ടോ. വേറെ മേടിക്കാണല്ലോ. എന്നാ ഷൂ ഒക്കെ ഇട്ട് മേടിക്കാം, നമുക്ക് കയറിക്കും. ജിമ്മൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാ നിനക്കാം? ജിമ്മ് ഞാൻ കുറച്ച് ക്ലാസ്സേ ആവുള്ളൂ കേട്ടോ. 1-2 ദിവസം ആയുള്ളൂ നിമിഷം വരാൻ തുടങ്ങിയിട്ട്. ഇതുവരെ വെയിറ്റ് എടുത്ത് തുടങ്ങിയിട്ടില്ല. ഇന്ന് നമ്മള് വെയിറ്റ് എടുക്കാൻ പോവാട്ടോ. ടെൻഷൻ ഉണ്ട്. ഇന്നലെ മെഡിക്കായിട്ട് വെയിറ്റ് ഒക്കെ എടുത്തോണം കേട്ടോ. ഷിച്ചാനുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യം കേട്ടോ. തന്നെ ആയിരുന്നു ചിലപ്പോ ഞാൻ ഇച്ചിരി. രണ്ടുപേരോട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുക്കില്ല അല്ലെ. പണ്ട് നമ്മള് ഈ ഹെഡ്ഫോൺ വെച്ച് ഇങ്ങനെ പാട്ട് കേട്ടോണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് നിമിഷം ഉള്ളതുകൊണ്ട് എനിക്കിപ്പോ ഹെഡ്ഫോണിന്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ഇവള് വായടച്ചിട്ട് കൊണ്ട് ഹെഡ്ഫോണിന്റെ അകത്ത് പാട്ട് കേൾക്കാം. പിന്നെ എന്നെ പൊക്കാത്ത സാധനങ്ങളൊക്കെ പൊക്കിപ്പിക്കുമ്പോഴും വിചാരി ഭയങ്കര പടിയാണ്. എന്നെക്കാളും വിചാരി ഇപ്പൊ എന്നെ കൂടെ പഠിത്തം വിചാരിച്ചോടെ. അതെ അതെ അതെ. നമ്മുടെ ജിമ്മെത്തിട്ടോ എനി ടൈം ഫിറ്റ്നസ് അടുത്ത് റിനോവേറ്റ് ചെയ്തു കേട്ടോ. ഭയങ്കര സൂപ്പറാ വർക്കൗട്ട് ചെയ്യാൻ. അവരുടെ കളർ കോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പർപ്പിൾ കളർ അടിപൊളിയാട്ടോ. ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞാട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു വിഷയം? സൂപ്പറാണോ? മിറ മിടിക്കായിട്ട് ഇരുന്നിട്ടോ. ഗുഡ് ഗേൾ ആയിരുന്നു അല്ലേ? ടാബൊക്കെ നോക്കിയിരുന്നു. ടാബ് അധികം നോക്കില്ല കേട്ടോ. അവള് കൂടുതൽ നമ്മുടെ അടുത്ത് വരുവും. അവള് ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. അതെ, വർക്കൗട്ട് കഴിഞ്ഞാലും സന്തോഷമായി. ഇറങ്ങിയാലോ? ഓ, ഇന്ന് ചെറിയ തണുപ്പുണ്ടല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ കടയിലൊന്ന് വന്നു കേട്ടോ. എന്നെ മേടിക്കാനുള്ള അരിപ്പൊടി മേടിക്കണേ ചായ. അരിപ്പൊടിയാ? അരിപ്പൊടി. പിന്നെ കൊഴിക്കട്ട കഴിക്കാൻ. കൊഴിക്കട്ടയല്ലോ, ഇലയട. കൊഴിക്കട്ട ഇലയട കഴിക്കാൻ ഞങ്ങൾക്ക് കൊതി. ഫ്രോസൺ വല്ല ഇരിപ്പുണ്ടോ നോക്കണം. ഇത് കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു ഏത്തപ്പഴമായിരിക്കുന്ന കേട്ടോ. ഈ സാധാരണ പഴം, ഈ ഏത്തപ്പഴം വരുമ്പോ നമുക്ക് മേടിക്കാം. ഇവിടെ കാണൂടി, ഇത് ഏത്തപ്പഴം ഉണ്ട്. പുഴുങ്ങിയ ഏത്തപ്പഴം ഇരിപ്പുണ്ട് കേട്ടോ. ഇലയട കാണണേ ഈശോയെ. ഞങ്ങൾ പ്രവാസികളുടെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇതുപോലെ ഏതെങ്കിലും ഇന്ത്യൻ കട വന്ന് ഫ്രോസൺ സാധനം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. പക്ഷേ ബനാന റോസ്റ്റ് അല്ലേ? ബനാന റോസ്റ്റ് ഇലയട ഇല്ല കേട്ടോ. ഇത് എന്തോരം ഫ്രോസൺ സാധനങ്ങളൊന്നും. പൊറോട്ട ഇരിക്കുന്നുണ്ടോ? റൊട്ടി പൊറോട്ട. കാച്ചിലുണ്ട്. കാച്ചിൽ വേണോ? ഏതാ അതിനത്? കാച്ചിലോ? ഏയ് കാച്ചിലല്ലടി. ശരിയാണല്ലോ, കാച്ചില. പർപ്പിൾ വരുന്ന കേട്ടോ. പർപ്പിൾ കാച്ചിൽ. നമ്മുടെ അത്ര ടേസ്റ്റ് കാണാൻ സാധ്യതയില്ല. വേണോ? ആ മുളക് പൊട്ടിച്ച് വെച്ചോണ്ട് കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും. ഒരെണ്ണം എടുത്താലോ? ഇത് കപ്പയടി.
ഇത് കപ്പയല്ലേ? ഇത് യാം. ആണോ? ചേമ്പാണോ? ആ ചേമ്പ്. സ്വീറ്റ്സ് ഒന്നും ഇല്ലല്ലോ ചായ. സ്വീറ്റ്സ് ഒന്നും വേണ്ട, ഒരു സ്വീറ്റ്സ് അല്ല, അത് ലോഡ് സ്വീറ്റ്സ് ഞാൻ ഉദ്ദേശിച്ചത്. വേണമെങ്കിൽ ഇത് മാത്രം എടുക്കാം, നമ്മുടെ പയ്യോളി മിച്ചർ. വേണ്ട വേണ്ട വേണ്ട. ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ സാധനം. ബനാന റോസ്റ്റ് വേണോ? വേണമെടുത്തോ, മിഠായിക്ക് ഇഷ്ടമായിരിക്കും. നിങ്ങളുടെ പുതിയ സ്റ്റൈലാട്ടോ, പോക്കറ്റ് കയറ്റി നടക്കാം. സ്കൂളിൽ ഏതോ പിള്ളേർ കാണിച്ചു കൊടുത്തേക്കുന്ന ഞങ്ങൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നത് ഈ സാധനം മേടിച്ചു. ഇടി ദോശ ബാറ്റർ വേണ്ടല്ലോ, ദോശ ബാറ്റർ അങ്ങനെ മേടിക്കാം. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ വിന്ററിലൊന്നും നടക്കില്ല കേട്ടോ. അരിപ്പൊടി കിട്ടി കേട്ടോ, റോസ്റ്റഡ് ആ കുഴപ്പമില്ലായിരിക്കും അല്ലേ? മൈദയോ? മൈദ കിട്ടി കേട്ടോ. പ്ലെയിൻ ഫ്ലോർ ആയിരിക്കില്ല, അത് മൈദ എഴുതിയിട്ടുണ്ട്. വേറെ വേണ്ടല്ലോ, കശുവണ്ടി ഇരിക്കുന്നു. കൊല്ലത്തുനിന്ന് തന്നെയാണോ? അയ്യോ ഇത് പൊട്ടിയിരിക്കുവായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം ടേസ്റ്റ് ചെയ്യാം. കുറുക്കന്റെ കണ്ണ് വീണ്ടും കോഴിക്കൂട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഇതൊക്കെ കണ്ട മേടിക്കാൻ തോന്നും, മേടിക്കണം തോന്നുന്ന നിമിഷം, പക്ഷെ മേടിക്കരുത്. ബൈ ബൈ ബൈ. പ്ലാസ്റ്റിക് ആണെന്നുള്ളൂ. ഇത് കണ്ടോ, ഒറിജിനൽ ആണെന്നല്ലേ പറയുള്ളൂ. അങ്ങനെ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച്, നാളെയാണ് വാലന്റൈൻസ് ഡേ, ഞങ്ങളൊരു കോഫി കുടിക്കാൻ പോകാം കേട്ടോ. ഒന്നുമില്ല, ഇനി സമയമില്ല, നീ ഡ്യൂട്ടിക്ക് പോകുന്നു, നമുക്ക് എപ്പോഴും സാധനം മേടിക്കാൻ സമയം. അല്ലെങ്കിൽ ഞാനൊരു ഐഫോൺ ഒക്കെ മേടിച്ചു തന്നേനെ. ഇനിയിപ്പോ ഏതായാലും പുതിയ ഐഫോൺ സെപ്റ്റംബറിൽ വരുവാ. പുതിയ ഐഫോൺ സെപ്റ്റംബറിൽ വരുവാ, അന്നേരം അത് ഫ്രഷ് ആയിട്ട് മേടിച്ചാ. അടുത്ത വർഷം വേറെ ഇറങ്ങും, അതായാലും മതി. അതെ, അടുത്ത വർഷം വേറെ ഇറങ്ങുന്നത് ശരി. നിമിഷയുടെ കൈ വേദന എടുക്കുന്നത്, ഇത്ര പെട്ടെന്ന് വേദന എടുത്ത് തുടങ്ങിയ നിനക്ക്? പിന്നെ ചില്ലറ അധ്വാനമാണ് നമ്മൾ അധ്വാനിച്ചത്. അതെ, വെയിറ്റ് സീറോയിലിട്ടാ നീ അടിച്ചോണ്ടിരുന്ന. ആദ്യത്തെ ദിവസം കൊണ്ട് ഞാൻ വെയിറ്റ് ഇടാതെ അടിച്ച, എന്നിട്ട് നിനക്ക് വേദനയോ? അത് കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് അല്ലേ, ഓക്കെ ശരിയായിക്കോളും കേട്ടോ. പക്ഷെ വേദന എടുക്കുന്ന നല്ല അടി, വേദന എടുത്താലാണ് നീ ചെയ്തതിന് ഇതുണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഓരോ സീസണിലും ഓരോ കളറാട്ടോ ഇവിടുത്തെ മരങ്ങൾക്ക്. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ലൈറ്റ് യെല്ലോ ആയി തുടങ്ങുന്നുണ്ട്. ശരിയാ, കളർ മാറി തുടങ്ങുന്നുണ്ട്. ഓട്ടത്തിലല്ലേ നല്ല കളർ വരുന്നത് അല്ലേ? അതെ അതെ. ബ്രൗണി ഞങ്ങളങ്ങനെ 2 കോഫിയൊക്കെ പറഞ്ഞിട്ട്. നിമിഷം തന്നെ പറഞ്ഞ മോക്ക, ഞാനൊരു മാച്ച ലാറ്റെ, കുറച്ച് നാളായിട്ട് മാച്ച കൂടിയാ. അതിൽ മെറക്കൂട്ടനൊരു ഒരു കാരാമൽ സ്ലൈസ്. ഇത് പറയേണ്ട കാര്യമില്ലായിരുന്നു ശരിക്കും, ബ്രൗണി മാത്രം പറഞ്ഞാൽ അല്ലേ? ഇനി ഒരു സാധനം കൊണ്ട് ഉണ്ടെന്ന് എനിക്ക് ഒരു ടർക്കിഷ്. വെള്ളക്കുപ്പി ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ വെള്ളക്കുപ്പി കാണുന്നത്. കുടിച്ചോ? എന്താ ഞാൻ ഇവിടെ കോഫി കുടിക്കുമ്പോൾ അവർക്ക് ഇവിടെ എന്തെങ്കിലും കുടിക്കണം, അതിന് വേണ്ടിട്ടാ. ആണോ? അങ്ങനെ വരില്ലടാ മോനെ, അമ്മ കട്ട് ചെയ്ത് തരാൻ പറ്റുന്നു. ബ്രൗണി എങ്ങനെയുണ്ട്? ഈ പടം കളയാൻ നമുക്ക് ഭയങ്കര വിഷമം. നല്ല ഞാൻ അവിടെ കളഞ്ഞില്ല, ഞാൻ അങ്ങനെ തന്നെ കുടിച്ചു. മാച്ചലാറ്റെ മധുരം കൂടി പോയെന്ന് സംശയം. അങ്ങനെ എന്റെ പുണ്ടുപോർക്ക് വന്നു കേട്ടോ. അടിപൊളി. അവക്ക് ടേസ്റ്റ് അവക്ക് ഇച്ചിരി ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ടർക്കിഷ് ബ്രെഡ് കഴിക്കുന്നുണ്ട്. മിറയ്ക്ക് അല്ലെങ്കിലും പോർക്കൊക്കെ കഴിക്കാൻ വലിയ പ്രശ്നമില്ല. നിമിഷം പുറത്തുനിന്ന് പോർക്ക് കഴിക്കില്ല. ഞാൻ കഴിക്കില്ല. കൊള്ളാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് നല്ല സാധനം കേട്ടോ. ഇത് ഇതിന്റെ ചിക്കൻ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. ചിക്കൻ പറയാമെന്നല്ലേ? അത് കുഴപ്പമില്ല. മോനെ നിമിഷം ഇപ്പൊ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ ചായ. നമുക്ക് ഇതൊക്കെ ധാരാളം അല്ലേ? അതെ, പിന്നെ പറയാൻ പറ്റില്ല. നാളെ ഇനി വല്ല സർപ്രൈസ് വരും പറയാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് തരുമോ? അത് പറയാൻ പറ്റില്ല. ഞാൻ ഒന്നും കരുതി വെച്ചിട്ടില്ല. ഞാനും ഒന്നും കരുതി വെച്ചിട്ടില്ല. പറയാൻ പറ്റത്തില്ല എന്താ വരാൻ പോണെന്നല്ലേ. നാളെ വാലന്റൈൻസ് ഡേ ആണ് കേട്ടോ. സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ പേരിൽ വാലന്റൈൻസ് ഡേ വിഷസ്. അതെ, ഇപ്പൊ സ്നേഹിക്കുന്ന പോലെ ഇനി നന്നായിട്ട് സ്നേഹിച്ച് ജീവിക്കുക. അത് കളയാതെ എപ്പോഴും നമ്മൾ പ്രണയിച്ച് തന്നെ ജീവിക്കുക. ശരിക്കുമാണ് എപ്പോഴും നമുക്ക്. അതെ അതെ, അത് ശരിക്കും
ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നവരെ തന്നെ ഇനി നന്നായിട്ട് സ്നേഹിച്ച് ജീവിക്കും. അതുപോലെ തന്നെ ഈ വാലന്റൈൻസ് ഡേ പ്രേമിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, അല്ലെ? അച്ഛനും അമ്മയ്ക്കും വാലന്റൈൻസ് ഡേ നമുക്ക് വിഷ് ചെയ്യാം, നമ്മൾ എല്ലാരെയും സ്നേഹിക്കുന്നുണ്ട്, മക്കൾക്ക് വിഷ് ചെയ്യാം, ഫ്രണ്ട്സിന് വിഷ് ചെയ്യാം, അല്ലെ? കൂടുതലും നമ്മുടെ എന്താ പറയുക ലവേഴ്സിനൊക്കെയാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു പീരീഡിലൊക്കെയാണ് ഇതൊക്കെ ഭയങ്കര കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്ത് അല്ലേ ചായ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ വിഷ് ചെയ്യുന്ന കേട്ടോ. ഹാപ്പി വാലന്റൈൻസ് ഡേ. നല്ലൊരു പാട്ടും കൂടെ പാടാലോ പക്ഷേ വാലന്റൈൻസ് ഡേക്ക് പുറത്തുനിന്നായിട്ട് പാടുന്നത്, അതും കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ആൾക്കാരൊക്കെ നോക്കും കേട്ടോ, ചിലപ്പോ നോക്കാം. ഇങ്ങനെ അവിടെയുള്ള പിള്ളേർക്കൊക്കെ ഹായ് പറയാം. കോപ്പറേറ്റ് അടിച്ചില്ലെങ്കിൽ ഈ പാട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയേണ്ടത്. എനിക്ക് ഒച്ച നിർത്ത് പാടാൻ പറ്റില്ല, ഇവിടെ ഇപ്പൊ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ടായിരിക്കും ഒച്ച ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല, അല്ലെ? നമ്മുടെ റീബൂട്ടിന്റെ സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ ആണെന്ന് വെച്ചാൽ റീബൂട്ടിന് അയ്യോ അവനവിടെ നല്ല മിടുക്കനായിട്ട് കളിച്ച് അടിപൊളിയായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അടിച്ചു പൊളിച്ച് അവന്റെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഞങ്ങൾ പറ്റുവാണെങ്കിൽ ഇടാൻ കേട്ടോ. അവൻ നമ്മളെ ഓർക്കണൂല, അവനവിടെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് കിടക്കാണ് കേട്ടോ. അവന് ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ നമ്മളൊരു മിസ് ചെയ്യുന്നില്ല കേട്ടോ. അവൻ നല്ല പപ്പയുടെ അമ്മയുടെ ഒക്കെ ഭയങ്കര സെറ്റ് ആയിപ്പോ, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്നാ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഞങ്ങൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സബ്സ്ക്രൈബ് എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം കിടലും വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും നിമിഷം ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ ആയിട്ട് ഒന്നും തന്നില്ലെന്ന് വേണ്ട, എന്നാ ഞാനൊന്നും തരില്ലെന്ന് വിചാരിച്ചോ? ഞാൻ ഫിലിപ്പ് എന്നൊക്കെ എഴുതിട്ടുണ്ടല്ലോ, എന്തെങ്കിലും തരണ്ടേ? ഓൺലൈൻ ഓർഡർ ചെയ്താണ് ചായ. എന്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് കേട്ടോ, വലിയ വില കൂടിയൊന്നുമല്ല, ചെറിയൊരു ഗിഫ്റ്റ്. എങ്ങനെയുണ്ട് നോക്ക്. ഓ റെവലോണിന്റെ ലിപ്സ്റ്റിക്. നമുക്കൊന്നുമില്ല. ഓ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ റെവലോണിന്റെ കളസ്റ്റ് അൾട്ടിമേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കൂടെ ഇതുകൊണ്ട് 2 ചോക്ലേറ്റ് കേട്ടോ. അടിപൊളി അടിപൊളി കേട്ടോ. ചെറിയൊരു ഗിഫ്റ്റ് കേട്ടോ, ഒന്നും തരാതിരിക്കണേ എങ്ങനെയാ അല്ലെ? എനിക്ക് ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ എനിക്ക് ജീവൻ, എനിക്ക് ഇഷ്ടം പോലെ ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. ഞാൻ അത് അറിയാം കറക്റ്റ് ആയിട്ട്. എനിക്ക് റെവലോണിന്റെ ഇതെനിക്ക് വേണ്ട ഒരു സംഭവമായിരുന്നു കേട്ടോ. താങ്ക് യു. യു ആർ വെൽക്കം. ഇങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്തു അല്ലേ? അടിപൊളി. അപ്പം ഹാപ്പി വാലന്റൈൻസ് ഡേ. എനിക്ക് നീ ഒന്നും തന്നിട്ടില്ല കേട്ടോ, ഇനി അടുത്ത വീഡിയോയിൽ നിന്ന് തന്നാ മതി. ഞാൻ എന്റെ സ്നേഹം തരും ഒരേ. ഇഷ്ടപ്പെട്ടോ ലിപ്സ്റ്റിക്? ഇഷ്ടപ്പെട്ടോ? ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ കയ്യിൽ കാണിച്ചു തരാം കളറേ. സൂപ്പർ കളറാട്ടോ, അടിപൊളി. ഒരു ചെറിയൊരു ബ്രൗണും ഒരു മെറൂണും കൂടെയാണോ ചായ? ഒരു ചെറിയൊരു നല്ല രസമുണ്ട്, നല്ല കളറാട്ടോ. ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇതിട്ട് കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. ഞാൻ ഇനി വരുന്ന വെടികളിലിട്ട് പറയാട്ടോ. താങ്ക് യു ചായ.